ഹായ്, എല്ലാവർക്കും ഇൻകം ടാക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻ ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ ഇതിന് മുന്നോടിയായിട്ട് നമ്മളെന്താണ് ഒരു 3 വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ബിസിനസ്സായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ ഒരു ബേസാണ്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരെന്ത് ചെയ്യുക, അതിലേക്കൊന്ന് പോയിട്ട് ആ വീഡിയോ ഒന്ന് കാണണം. ഓക്കെ, നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, പിന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സെക്ഷൻ 28 to 44 ഇതാണ് നമ്മളെ ബിസിനസ് എന്ന് പറയുന്നത്. ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു വരുമാനമാണ് ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ബിസിനസ്സിൻ്റെ ഇൻകം എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ ഈ ഒരു ഹെഡിൽ മുഴുവനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ 1-2 കാര്യങ്ങൾ ജസ്റ്റ് നമുക്ക് ഓടിച്ചൊന്ന് പോവാം. നമ്മൾ പ്രൊഫഷൻ, ഗെയിന് പ്രോഫിറ്റ് ഓർ ഗെയിന്, പിന്നെ ബിസിനസ് ഓർ പ്രൊഫഷൻ എന്ന് പറഞ്ഞു. ഈ ബിസിനസ് എന്ന് പറയുന്നത് മാനുഫാക്ചറിങ് ബിസിനസ് ആവാം, ട്രേഡിംഗ് ബിസിനസ് ആവാം. ഇത് രണ്ടും ഇതിൽ രണ്ടിലും സ്പെക്കുലേറ്റീവും നോൺ സ്പെക്കുലേറ്റീവായിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഒക്കെ വരാറുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ അതിന് എക്സാമ്പിളായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോയർ, ഡോക്ടർ, എൻജിനീയർ, അക്കൗണ്ടൻറ്റ്, ടാക്സ് പ്രാക്ടീഷണർ, ഈവൻ ടീച്ചർ. ഇപ്പോൾ സാധാരണ ടീച്ചർ എന്നുള്ള പദമല്ല ഉപയോഗിക്കുന്നത്, ട്യൂട്ടർ എന്നാണ് അല്ലേ. അപ്പോൾ ഇതൊക്കെ ഒരു പ്രൊഫഷൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവരൊക്കെ ചെയ്യുന്നത്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിരുന്നു. ദെൻ ബിസിനസ് എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. സെക്ഷൻ 2 സബ്സെക്ഷൻ 13 വരുന്നത് ഏതൊരു ബിസിനസ്സും അതിൽ വരും എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. എനി ട്രേഡ് ഓർ കൊമേഴ്സ്. അതിൻ്റെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് പ്രോഫിറ്റ് മേക്കിംഗ് എന്നുള്ളത് മാത്രമാണ് പറയുന്നത്. അത് രജിസ്റ്റേർഡ് ആയിക്കോട്ടെ അൺരജിസ്റ്റേർഡ് ആയിക്കോട്ടെ, സ്പെക്കുലേറ്റീവ് ഓർ നോട്ട്, ഈവൻ ഇല്ലീഗൽ ബിസിനസ് വരെ ടാക്സിൻ്റെ വ്യൂ പോയിന്റിൽ നോക്കുകയാണെങ്കിൽ അതിന് കിട്ടുന്ന വരുമാനത്തിന് നമ്മൾ എന്ത് ചെയ്യണം, ടാക്സ് കൊടുക്കണം. അതിൻ്റെ നിയമവശങ്ങളൊക്കെ വേറെ. ഓക്കെ, പിന്നീട് പ്രൊഫഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 236 വരുന്നത് അല്ലേ. പ്രൊഫഷൻ നമ്മൾ അതിൻ്റെ എക്സാമ്പിളൊക്കെ പറഞ്ഞു. ലോയർ, ഡോക്ടർ, എൻജിനീയർ ഇവരൊക്കെ ചെയ്യുന്നതൊക്കെ പ്രൊഫഷനിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, പ്രൊഫഷൻ എന്ന് പറയുന്നതിൽ വൊക്കേഷനും വരും. ഈ വൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എക്സാമ്പിളാട്ടോ ഡാൻസിങ്, ബ്രോക്കറേജ്, ഇൻഷുറൻസ് ഏജൻസി, മ്യൂസിക്, ഇതൊക്കെ ഇതിന് എക്സാമ്പിളാണ്. അപ്പോൾ AR റഹ്മാൻ അദ്ദേഹം ചെയ്യുന്ന ഒരു പ്രൊഫഷനാണ് അല്ലേ മ്യൂസിക് എന്നുള്ളതാണ്. മ്യൂസിക് കമ്പോസറാണ്. നമ്മുടെ ദാസേട്ടൻ ഒരു സിംഗറാണ്. ഇതേപോലെ ഈ പ്രൊഫഷൻ എന്ന് പറയുന്ന ഭാഗത്ത് എന്തും വരും. വൊക്കേഷൻ എന്ന് പറയുന്നത് ഇതിനൊക്കെ വൊക്കേഷൻ എന്നാണ് പറയുക. എന്താ വൊക്കേഷൻ എന്നോട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ അതിന് ഒരു സ്കില്ലുണ്ടായിരിക്കും, ഒരു പ്രൊഫഷണൽ സ്കില്ല്, സ്പെഷ്യലൈസ്ഡ് സ്കിൽ എന്ന് പറയാം. സ്പെഷ്യലൈസ്ഡ് സ്കിൽ. ഓക്കെ, ഇപ്പോൾ ഡാൻസ് ചെയ്യാനാണെങ്കിൽ സ്പെഷ്യലൈസ്. ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾക്കൊക്കെ ഡാൻസ് ചെയ്യാൻ പറ്റുകയാണെന്നില്ലല്ലോ. അല്ലെങ്കിൽ അങ്ങനത്തെ മാനദണ്ഡം എന്ന് പറയുന്നത് ഇൻബോൺ ആയിട്ടുള്ള ടാലൻ്റ് ആയിട്ടുള്ള കുറേ ആളുകളൊക്കെ ഉണ്ടായിരിക്കും. സോ പാട്ട് പാടുക, അതുപോലെ ഡാൻസ് ചെയ്യുക, വീണ വായിക്കുക അല്ലേ, ഇപ്പോൾ കീബോർഡ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സ്പെഷ്യലൈസ്ഡ് സ്കില്ല്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരുപാട് വരുമാനം ലഭിക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ അവരുടെ പ്രൊഫഷണൽ ഇൻകമായിട്ട് നമുക്ക് എന്തെങ്കിലും പറയും, അങ്ങനെ പറയാൻ പറ്റും. സോ പ്രൊഫഷണൽ എന്ന് പറയുന്നത് വെറും ടീച്ചിങ്ങും അതുപോലെ തന്നെ ഡോക്ടർ, എൻജിനീയറിംഗ് എന്ന് പറയുന്നത് മാത്രമല്ല, അതിൽ വൊക്കേഷൻ എന്ന് പറയുന്ന ഈ ഭാഗങ്ങളൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് വരും. സ്പെഷ്യലൈസ്ഡ് സ്കില്ലിൻ്റെ ഭാഗമായിട്ട് ഒരാൾക്ക് എന്തെങ്കിലും ഇൻകം വരികയാണെങ്കിൽ അതെന്താണ്, പ്രൊഫഷൻ്റെ അണ്ടറിൽ വരും. ഓക്കെ ആണല്ലോ. ദെൻ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു ഏരിയയിൽ, ഇപ്പോൾ ഇതിന് മുന്നേ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ മുൻ വീഡിയോസുകളിലൊക്കെ ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റഡി നടത്തിയാണ്. ഇന്ന് ഈ ഒരു വീഡിയോയിൽ പ്രധാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെക്ഷൻ 28 ബേസിക്സ് ഓഫ് ചാർജസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളെ ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ എന്ന് പറയുന്ന വിഭാഗത്തിൽ ഏതെല്ലാം ഇൻകമാണ് പ്രധാനമായിട്ടും വരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അതിൽ ഒന്നാമത്തെ ഒരു ഭാഗം നമ്മൾ നോക്കാം. പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഓഫ്
എനി ബിസിനസ് ഓർ പ്രൊഫഷൻ ക്യാരിഡ് ഓൺ ബൈ ദി അസസി. ഇപ്പോൾ ഇതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും ഇപ്പോൾ നിങ്ങളാണ് എന്നങ്ങോട്ട് സങ്കല്പിച്ചിട്ട് മനസ്സിലാക്കാൻ കേട്ടോ. ഇപ്പോൾ നിങ്ങൾ ഒരു ബിസിനസ്മാനാണ്, നിങ്ങൾ ചെയ്യുന്ന ഏത് ബിസിനസ്സും എന്താണ്, അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് എന്താണ്, ഈ ഹെഡിൽ വരും. എനി കോമ്പൻസേഷൻ ഡ്യൂ ഓർ റിസീവ്ഡ് ബൈ അസസി for loss of agency due to termination or modification in terms and conditions of such agency. Any compensation, ഇതാണ് ഇവിടുത്തെ പോയിന്റ്. നിങ്ങൾക്ക് മേ ബി ചിലപ്പോൾ എന്താണ്, നിങ്ങളുടെ ബിസിനസ്സിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുന്നുണ്ടാവും. അപ്പോൾ ആ മോഡിഫിക്കേഷൻ വരുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെ, അല്ലെങ്കിൽ ഒരു ഡ്യൂ ടു ടെർമിനേഷൻ, ഇതിൻ്റെ ഭാഗമായിട്ടൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എന്താണ് ബിസിനസ്സിൽ നിന്ന് കോമ്പൻസേഷൻ കിട്ടുകയാണെങ്കിൽ ആ കോമ്പൻസേഷനൊക്കെ എന്താണ് ഈ ഹെഡിൽ നമ്മൾ ടാക്സ് ചെയ്യാൻ ബാധ്യസ്ഥരാണ് എന്നാണ് പറയുന്നത്. ഓക്കെ. തേർഡ്, ഇൻകം ഡിറൈവ്ഡ് ബൈ എ ട്രേഡ് പ്രൊഫഷണൽ ഓർ സിമിലർ അസോസിയേഷൻ ഫോർ സ്പെസിഫിക് സർവീസ് പെർഫോംഡ് ഫോർ ഇറ്റ്സ് മെമ്പേഴ്സ്. സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻകം ഡിറൈവ്ഡ് ഫ്രം ട്രേഡ് അസോസിയേഷൻ. ട്രേഡ് അസോസിയേഷൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻകം ഡിറൈവ് ചെയ്യുകയാണെങ്കിൽ അത് വരും. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് എന്താണ്, പിന്നെ ഇൻകം ഡിറൈവ്ഡ് ബൈ ഓഫ് ഒരു ചേംബർ ഓഫ് ഇൻഡസ്ട്രീസ്, അവരൊരു കോൺഫറൻസ് സെറ്റ് ചെയ്യാണ്. ആ കോൺഫറൻസ് സെറ്റ് ചെയ്തത് മൂലം അവർക്ക് എന്ത് ചെയ്യാണ്, കുറേ വരുമാനം ഉണ്ടാകുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ആ വരുമാനത്തിന് എന്ത് ചെയ്യണം, ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ ഇതാണ് ഇത്തരത്തിൽ എന്താണ് ഒരു ട്രേഡ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന കോൺഫറൻസുകളിൽ നിന്നും അവർക്ക് ഏൺ ചെയ്യുന്ന ഇൻകം, ഇതുപോലെയുള്ള സമാനമായിട്ടുള്ള ഏജൻസീസ് ഒക്കെ അതിൽ വരുന്നുണ്ട്. ഓക്കെ. അതൊക്കെ എന്താണ് ടാക്സബിൾ ഇൻകമായിട്ട് പരിഗണിക്കും. ദെൻ എക്സ്പോർട്ട് ഇൻസെൻറ്റീവ്സ് റിസീവ്ഡ് ബൈ എക്സ്പോർട്ടർ സച്ച് ആസ് സെയിൽ ഓഫ് ലൈസൻസ്, ക്യാഷ് അസിസ്റ്റൻസ് ഫ്രം ഗവൺമെൻറ്, ഡ്യൂട്ടി ഡ്രോബാക്ക് എക്സെട്ര. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് എക്സ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ഇൻസെൻറ്റീവ്സ് ഒക്കെ കിട്ടുകയാണെന്നിരിക്കാം. അപ്പോൾ ഈ നാലാമത്തെ പോയിന്റ് പ്രധാനമായിട്ടും പറയുന്നത് എന്താ വെച്ചാൽ റെസിപ്റ്റ് ഇൻ കണക്ഷൻ വിത്ത് എന്താണ് ഫോറിൻ ട്രേഡാണ്. ഓക്കെ. ഫോറിൻ ട്രേഡായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഇപ്പോൾ ഡ്യൂട്ടി ഡ്രോബാക്ക് ഒക്കെ ഇതിലൊരു പോയിന്റ് അങ്ങനെ ഒരു പറഞ്ഞിട്ടുണ്ട്. ഡ്യൂട്ടി ഡ്രോബാക്ക് എന്താ, ഡ്യൂട്ടി ഡ്രോബാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ കയറ്റുമതിയാണ്, നിങ്ങൾ വിദേശത്തേക്ക് സാധനങ്ങൾ കയറ്റുമതി അയക്കുകയാണ് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട്. അങ്ങനെ ആ സമയത്ത് നിങ്ങളെന്താ ഗവൺമെൻറ്റിലേക്ക് നിങ്ങൾക്ക് എക്സ്പോർട്ട് ഡ്യൂട്ടി കൊടുക്കണം, ഡ്യൂട്ടി കെട്ടണം. ഓക്കെ. അതൊരു ടാക്സാണ് എക്സ്പോർട്ട് ഡ്യൂട്ടി. അപ്പോൾ സാധാരണഗതിയിൽ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ എക്സ്പോർട്ടിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ കുറേ ഇൻസെൻറ്റീവ്സൊക്കെ എന്ത് ചെയ്യും, ഈ ബിസിനസ് മാൻമാർക്ക് നൽകാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ എന്താണ് ഇത്തരത്തിൽ എന്താണ് കൊടുത്ത ഡ്യൂട്ടി ചിലപ്പോൾ ഇവർക്ക് തന്നെ തിരിച്ചു കൊടുക്കും, ടാക്സ് റീബാക്ക് എന്നൊക്കെ വേണമെങ്കിൽ അതിന് പറയാം. അതാണ് ഡ്യൂട്ടി ഡ്രോബാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഇൻസെൻറ്റീവ് ഒക്കെ കിട്ടുകയാണെങ്കിൽ അത് നമ്മളെ സംബന്ധിച്ച് എന്താണ് ഒരു ബെനിഫിറ്റാണ്. അപ്പോൾ അത്തരത്തിലുള്ള ബെനിഫിറ്റിൻ്റെ ഒക്കെ നമ്മളെ എന്താണ് ഇൻകം ഫ്രം ബിസിനസ് എന്നുള്ളതിൽ പരിധിയിൽ കൊണ്ടുവരണം. അതൊക്കെ ടാക്സിൻ്റെ അണ്ടറിലേക്ക് നമ്മളെന്താണ് ഇൻകമായിട്ട് പരിഗണിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ. ദെൻ സിക്സ്ത് പോയിന്റ്, ഇൻട്രസ്റ്റ്, സാലറി, ബോണസ്, കമ്മീഷൻ ഓർ റെമ്യൂണറേഷൻ ഡ്യൂ റിസീവ്ഡ് ബൈ എ പാർട്ണർ ഓഫ് എ ഫേം ഫ്രം സച്ച് ഫേം. റെമ്യൂണറേഷൻ റിസീവ്ഡ് ബൈ എ പാർട്ണർ ഫ്രം എ ഫേം, ഒരു ഫേമിൽ നിന്നും അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൽ നിന്നും എന്താണ്, അല്ലെങ്കിൽ ഒരു പാർട്ണർഷിപ്പ് ഫേം എന്നാണ് ഫേം എന്ന് ഉദ്ദേശിക്കുന്നത്, അതിൽ നിന്നും എന്താണ് ഒരു പാർട്ണർ സ്വീകരിക്കുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ റെമ്യൂണറേഷൻ, അത് സാലറി ആയിക്കോട്ടെ, ബോണസ് ആയിക്കോട്ടെ, കമ്മീഷൻ ആയിക്കോട്ടെ, എന്തെങ്കിലും ഇൻട്രസ്റ്റ് ആയിക്കോട്ടെ, അതിനൊക്കെ അദ്ദേഹം എന്താണ് ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥരാണ്. അത് ഏത് ഹെഡിലാണ്, അദ്ദേഹത്തിൻ്റെ ബിസിനസ് ഹെഡിലാണ് കാൽക്കുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിലേക്കാണ് കൊണ്ടുവരേണ്ടത്. ഓക്കെ. ദെൻ എനി സം റിസീവ്ഡ് ഇൻ ക്യാഷ് ഓർ കൈൻഡ് അണ്ടർ ആൻ എഗ്രിമെൻറ്റ് ഫോർ നോട്ട് ക്യാരിയിങ് out any activity related to business, not sharing any know-how, patent, copyright, trademark, license, franchise, etc. എന്താണ് പറഞ്ഞത്, ഇത് വളരെ രസകരമായിട്ടുള്ള സംഭവമാണ്. നോട്ട് ക്യാരിയിങ് ഔട്ട് എനി ആക്ടിവിറ്റി റിലേറ്റഡ് ടു ബിസിനസ്. അതായത് എന്താ ഈ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ ഒരു കച്ചവടം തുടങ്ങാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ തിരഞ്ഞെടുത്ത സ്ഥലം, അവിടെ വലിയൊരു കച്ചവടക്കാരുണ്ട്. ആ കച്ചവടക്കാരൻ ചെയ്യുന്ന സമാനമായിട്ടുള്ള കച്ചവടം തന്നെയാണ് നിങ്ങളും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അയാളെ 1 കിലോമീറ്റർ ബൗണ്ടറീൻ്റെ ആ ഒരു അടുത്തായിട്ടാണ് നിങ്ങളും ഷോപ്പ് തുടങ്ങാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങളവിടെ കട ഇട്ടു.
അപ്പോൾ അത് സ്വാഭാവികമായിട്ടും മറ്റേ ആൾക്ക് എന്താണ് തിരിച്ചടിയാണ്, അയാളുടെ പ്രോഫിറ്റ് കുറയും. അപ്പോൾ അയാൾ നിങ്ങളെ വന്ന് കണ്ട് എന്നിട്ട് പറഞ്ഞു, നിങ്ങളിവിടെ കച്ചവടം ചെയ്യരുത്, ഞാനിവിടെ എന്താണ് 1 വർഷമായിട്ട് കച്ചവടം ഇങ്ങനെ നടത്തി വരുന്നതാണ്, അപ്പോൾ നിങ്ങളിവിടെ തുടങ്ങിയത് കൂടി എൻ്റെ ഒരു പ്രോഫിറ്റ് എന്താണ് കുറയുന്നുണ്ട്. അപ്പോൾ ഇയാൾ സമ്മതിക്കുക, നമ്മൾ ഇല്ല, അയാളെ പ്രോഫിറ്റ് കുറയേണ്ടത് വെച്ചാൽ നമുക്ക് നമ്മളെ കാര്യം നോക്കണ്ടേ അല്ലേ. സോ നമ്മൾ പറയും അത് പറ്റൂല. അപ്പോൾ ചിലപ്പോൾ എന്താണ് അയാൾ നിങ്ങൾക്കൊരു വാക്ക് തരും, എന്താണ് നിങ്ങൾ എന്നാലും ഇവിടെ ബിസിനസ് ചെയ്യല്ലേ, ഞങ്ങൾക്ക് മാസം തോറും എന്താണ് ഒരു എമൗണ്ട് നിശ്ചയ തുക ഞങ്ങൾക്ക് തരാം. അങ്ങനെ ബിസിനസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ക്യാഷ് കിട്ടും. അങ്ങനെ എന്തെങ്കിലും ക്യാഷ് കിട്ടേണ്ടത്, അതാണ് നോട്ട് ക്യാരിയിങ് ഔട്ട് എനി ആക്ടിവിറ്റി റിലേറ്റഡ് ടു ബിസിനസ്സായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും, ബിസിനസ് തന്നെ ആണെന്നില്ല, അതായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എനി സം റിസീവ്ഡ് ഇൻ ക്യാഷ് ഓർ കൈൻഡ്, ക്യാഷായിട്ടോ കൈൻഡായിട്ടോ അതല്ലാതെയോ നിങ്ങൾക്ക് എന്തെങ്കിലും എന്താണ് കിട്ടുന്നുണ്ടെങ്കിൽ അതും എന്താണ് ഈ ഹെഡിൽ ടാക്സ് ചെയ്യും. ഓക്കെ. ദെൻ സം റിസീവ്ഡ് അണ്ടർ കീമാൻ ഇൻഷുറൻസ് പോളിസി. കീമാൻ ഇൻഷുറൻസ് പോളിസിയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒന്നുകൂടി ഡീറ്റെയിലേക്ക് വരും. ഈ സംഭവത്രേ ഉള്ളൂ. കീമാൻ ഇൻഷുറൻസ് പോളിസി എന്ന് പറഞ്ഞാൽ എല്ലാ ബിസിനസ് സ്ഥാപനത്തിലും ഒരു കീ മാൻ ഉണ്ടാവും. കീ മാൻ, ഈ വേർഡ് തന്നെ നോക്കിയാൽ മതി, കീ മാൻ. എന്താ കീ മാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളായിരിക്കും ആ ബിസിനസ് സ്ഥാപനത്തിൻ്റെ മോസ്റ്റ് വാല്യുബിൾ പേഴ്സൺ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ബിസിനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ ഇല്ലാത്തൊരവസ്ഥ, ആ അവസ്ഥയെക്കുറിച്ച് ആ ബിസിനസ് സ്ഥാപനം ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും, ബിസിനസ് സ്ഥാപനം അയാളുടെ പേരിൽ എന്ത് ചെയ്യാണ്, ഇൻഷുറൻസ് എടുക്കും. കാരണം എന്താണ്, അയാളുടെ അഭാവത്തിൽ എന്തെങ്കിലും നഷ്ടം, അല്ലെങ്കിൽ അയാളുടെ അഭാവത്തിൽ ബിസിനസ് ഉണ്ടാകുന്ന ഒരു വലിയ നഷ്ടം, അത് ഒരു പരിധി വരെ തടയുന്നതിന് വേണ്ടിയിട്ട് അയാൾക്കെതിരെ ഒരു ഇൻഷുറൻസ് കവറേജ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് എന്താണ് അത് കിട്ടി അത് മേക്കപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അവരുടെ ഒരു ധാരണ. ഓക്കെ. ഇത് പല സ്ഥാപനങ്ങളിലും നടക്കുന്നു. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇപ്പോൾ റിലയൻസ്, ഈ റിലയൻസിൻ്റെ ഒക്കെ ഒരു കീമാൻ ആരായിരിക്കും നിങ്ങൾക്ക് ഊഹിക്കാം അല്ലേ. അങ്ങനെ ഓരോ എന്താണ് നമ്മുടെ ഇൻഡസ്ട്രീസ് എടുക്കുകയാണെങ്കിൽ അതിൽ കീമാൻ ഉണ്ടാവും. സാധാരണഗതിയിൽ ഈ എംപ്ലോയീസ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട എന്താണ് അസറ്റായിട്ട് ട്രീറ്റ് ചെയ്തുകൊണ്ട് സാധാരണ ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, എംപ്ലോയീസിൻ്റെ പേരിലൊക്കെ ഈ പോളിസി എടുക്കാറുണ്ട്. ഓക്കെ. സോ കീമാൻ എന്ന് പറയുന്നതിന് മോസ്റ്റ് വാല്യുബിൾ പേഴ്സൺ, അത് എംപ്ലോയീസും വരാം. ഓക്കെ. ഇപ്പോൾ ഫിലിമൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഫിലിമിൻ്റെ പ്രൊഡ്യൂസേഴ്സൊക്കെ എന്ത് ചെയ്യാറുണ്ടെന്നോ, അതിൻ്റെ പ്രധാന നടനെ അല്ലെങ്കിൽ നടിയൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഇൻഷുറൻസ് എടുക്കാറുണ്ട്. അതൊക്കെ ഈ ഒരു ബേസിലാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം നോക്കിയാൽ നിങ്ങൾ ബാഹുബലി നമ്മളൊരു അറിവ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 2, 3, 4 വർഷമൊക്കെയാണ് നമ്മൾ പ്രഭാസ് അതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ കരിയറിലെ ആ ലൈഫിന് മാറ്റി വെച്ചത്. 2 ഭാഗങ്ങളായിട്ട് ബാഹുബലി ഇറങ്ങിയിട്ടുണ്ടല്ലോ അല്ലേ. സോ ആ 1ാമത്തെ ഭാഗം ഇറങ്ങി അല്ലെങ്കിൽ 2ാമത്തെ ഭാഗം കംപ്ലീറ്റ് ചെയ്യുന്നതിൻ്റെയൊക്കെ മുന്നായിട്ട് ഇൻ കേസ് എന്തെങ്കിലുമൊക്കെ ആ ഒരു കീമാൻ അല്ലെങ്കിൽ ആ വ്യക്തിക്ക് സംഭവിക്കുകയാണെങ്കിൽ വലിയൊരു നഷ്ടം തന്നെ, കോടിക്കണക്കിന് വന്നിട്ടുണ്ട് ആ ഫിലിമൊക്കെ, വലിയൊരു നഷ്ടം വരും അവിടെ. അപ്പോൾ അത് നികത്തുന്നതിന് വേണ്ടി ആ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് എന്താണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ. അപ്പോൾ പല ഫിലിം പ്രൊഡ്യൂസേഴ്സൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ പ്രധാനപ്പെട്ട നടനെ 5 or 6 മാസത്തേക്ക് അല്ലെങ്കിൽ ആ ഷൂട്ടിംഗ് തീരുന്നത് വരെയൊക്കെ എന്താണ് അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഷുറൻസ് പോളിസിയൊക്കെ എടുക്കാറുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. സോ ദാറ്റ് ഈസ് കീമാൻ ഇൻഷുറൻസ് പോളിസി എന്ന് പറയുന്ന സംഭവമാണ്. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ എന്താണ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് ബിസിനസ് സ്ഥാപനത്തിന് ചിലപ്പം കിട്ടുകയാണെങ്കിൽ ആ ബിസിനസ് സ്ഥാപനം എന്ത് ചെയ്യണം, അതിന് ടാക്സ് അടയ്ക്കണം. ഓക്കെ. ഡീറ്റെയിൽസിൽ പിന്നെ വരാം. ദെൻ ഇൻകം ഫ്രം സ്പെക്കുലേറ്റീവ് ബിസിനസ്. സ്പെക്കുലേറ്റീവ് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോസിൽ ഡിസ്കസ് ചെയ്താണ്. അപ്പോൾ ആ വീഡിയോസ് നിങ്ങൾ കറക്റ്റായിട്ട് ഒന്ന് വാച്ച് ചെയ്യണം. നമ്മളെന്താണ് സ്റ്റോക്ക് മാർക്കറ്റൊക്കെ ഇതിൻ്റെ ഒരു പരിധിയിൽ വരുന്ന വില കൂടിയും കുറഞ്ഞൊക്കെ വരും മാർക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ വിത്തൗട്ട് എനി മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ചിലപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ലാഭവും നഷ്ടമൊക്കെ ഉണ്ടാവും. ഇനിയിപ്പോൾ ഗുഡ്സിൻ്റെ ട്രാൻസാക്ഷൻ നടക്കണമെന്നില്ല, അല്ലാതെ തന്നെ എന്താണ് നമ്മുടെ കയ്യിലിരിക്കുന്ന സ്റ്റോക്കിൻ്റെ വാല്യൂ ചിലപ്പോൾ കൂടാം കുറയാം. ഓക്കെ. സോ ഇങ്ങനത്തെ സ്പെക്കുലേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഇൻകം ഉണ്ടെങ്കിൽ അതൊക്കെ എന്താണ് ഇതിൽ ടാക്സ് ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ബേസിസ് ഓഫ് ചാർജ് എന്ന് പറയുന്ന സെക്ഷൻ 28 നമ്മൾ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
ഇത് തിയറിക്ക് സാധാരണയായിട്ട് ചോദിക്കുന്ന ഭാഗമാണ്. ഇത് നിങ്ങൾ എഴുതിയെടുക്കണം. ഓക്കെ, ദെൻ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു ഭാഗമായിരുന്നു കമ്പ്യൂട്ടേഷൻ ഓഫ് ബിസിനസ് ഇൻകം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഫോർമാറ്റാണിത്. ഇത് നിങ്ങളൊന്ന് എഴുതിയെടുക്കണം. നമ്മളെ വീഡിയോസിൽ വൃത്തിയായിട്ട് ഇത് കാര്യങ്ങളൊക്കെ എന്താണ് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറഞ്ഞായിരുന്നു. ഓക്കെ, ഇത് നമ്മളെ ഡിസലവബിൾ എക്സ്പെൻസ് ആണ്. നമ്മളെ വീഡിയോസിൽ പറഞ്ഞാണ്. ഇത് നിങ്ങൾക്ക് നോട്ട് എഴുതിയെടുക്കാം. ഡിസലവബിൾ ഇൻകം ഏതൊക്കെയെന്നുള്ള കാര്യങ്ങളാണ് ദീസ് ആൾസോ ഡിസ്കസ്ഡ്. ഓക്കെ, നമ്മൾ കീമാൻ ഇൻഷുറൻസ് പോളിസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? എന്താ കീമാൻ ഇൻഷുറൻസ് പോളിസി? സാധാരണഗതിയിൽ എംപ്ലോയർ, ബിസിനസ് സ്ഥാപനം അഥവാ എംപ്ലോയർ എംപ്ലോയീസിൻ്റെ പേരിലൊക്കെ എടുക്കുന്ന പോളിസിയാണ് കീമാൻ ഇൻഷുറൻസ് പോളിസി. അപ്പോൾ അതും ടാക്സുമായിട്ട് എന്താണ് എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും ലൈഫ് ഇൻഷുറൻസ് അതുപോലെ നമ്മുടെ ടാക്സ് ആയിട്ടുള്ള മൊത്തത്തിലൊരു ചാർട്ടാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഈ ചാർട്ട് നിങ്ങൾ ആദ്യം ഒന്ന് എഴുതിയെടുക്കണം കേട്ടോ. ദെൻ നോക്കാം നമുക്ക്. ലൈഫ് ഇൻഷുറൻസ് ബൈ ഫാമിലി ആണെങ്കിൽ അതിനെ പേഴ്സണൽ ലൈഫ് ഇൻഷുറൻസ് പോളിസി എന്നും, ബൈ ബിസിനസ് ആണെങ്കിൽ അതിനെയാണ് കീമാൻ ഇൻഷുറൻസ് പോളിസി എന്നും പറയുന്നത്. ദെൻ നിങ്ങൾ പേഴ്സണൽ ലൈഫ് ഇൻഷുറൻസ് പോളിസി ആ പോളിസി എടുക്കുകയാണെങ്കിൽ ആ പോളിസിക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? പ്രീമിയം അടയ്ക്കണമല്ലോ. അങ്ങനെ നിങ്ങൾ കൊടുക്കുന്ന പ്രീമിയം നിങ്ങൾക്ക് എന്താണ് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ATC പ്രകാരം അതിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതൊക്കെ കൂടുതൽ നമുക്ക് ഡിസ്കഷൻ വീണ്ടും വരും. ദെൻ നിങ്ങൾ നിങ്ങളുടെ ഇൻഷുറൻസ് മെച്യൂർഡ് ആകുമ്പോൾ അല്ലെങ്കിൽ എന്താണ് മരണം സംഭവിക്കുന്ന കേസിലാണെങ്കിൽ നമ്മളാണ് പോളിസി എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്നാണ് സംഭവിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കോമ്പൻസേഷൻ കിട്ടും. മെച്യൂരിറ്റി ആണെങ്കിൽ നമുക്ക് കിട്ടും, ഡെത്ത് ആണെങ്കിൽ നമ്മുടെ ലീഗൽ ഹയേഴ്സിന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ആ കിട്ടുന്ന കോമ്പൻസേഷൻ നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടതില്ല. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് ബൈ ഫാമിലി എന്ന് പറയുന്ന ഭാഗത്ത് ശ്രദ്ധിക്കേണ്ടത്. ദെൻ കീമാൻ ഇൻഷുറൻസ് പോളിസി ആണെങ്കിൽ അതിലും നിങ്ങളെന്താണ് അതിനെന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങളല്ല, എംപ്ലോയർ ആയിരിക്കും അടയ്ക്കുന്നത്. ആ അടയ്ക്കുന്ന പ്രീമിയത്തിന് എന്ത് ചെയ്യാം? അത് 37(1) പ്രകാരം ഡിഡക്ഷന് അർഹത ഉണ്ട്. ദെൻ അതുപോലെ തന്നെ എന്താണ് ഡെത്തോ മെച്യൂരിറ്റിയോ സംഭവിക്കുന്ന കേസിലാണെങ്കിൽ കോമ്പൻസേഷൻ കിട്ടും. ഈ കോമ്പൻസേഷൻ റിസീവ് ചെയ്യുന്നത് 3 പാർട്ടിയിൽ ആരെങ്കിലും ഒന്നാവാം. ഒന്നുകിൽ അത് നമ്മുടെ എംപ്ലോയർ ആവാം, അത് 2 കേസിലും ആവാം. ഡെത്ത് സംഭവിക്കുകയാണെങ്കിലോ മെച്യൂരിറ്റി പീരീഡിലോ എംപ്ലോയർക്ക് സ്വീകരിക്കാം. അങ്ങനെ എംപ്ലോയർ സ്വീകരിക്കുകയാണെങ്കിൽ അത് ബിസിനസ് ഹെഡിൽ ടാക്സ് ചെയ്യും. അതല്ല എംപ്ലോയി നമ്മളാണ് സ്വീകരിക്കുന്നതെങ്കിൽ അത് സാലറി ഹെഡിൽ ടാക്സ് ചെയ്യും. നമ്മൾ സ്വീകരിക്കുക മെച്യൂരിറ്റി പീരീഡിലാണ് സ്വീകരിക്കുക. ഇനി അതല്ല നമ്മൾക്ക് മരണം സംഭവിക്കുകയാണെങ്കിൽ നമ്മുടെ ലീഗൽ ഹയേഴ്സാണ് ഇത് സ്വീകരിക്കേണ്ടി വരിക. അങ്ങനെ സ്വീകരിക്കുകയാണെങ്കിൽ അവരുടെ അതർ സോഴ്സിലാണ് ഇത് കാണിക്കുക. ഓക്കെ ആണല്ലോ? ഇത്രയും കാര്യങ്ങളാണ് ജനറലായിട്ട് ലൈഫ് ഇൻഷുറൻസ് പോളിസിയും ടാക്സും തമ്മിലുള്ള ഒരു ബന്ധം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ഇമ്പോർട്ടൻറ്റ് റൂൾസ്. ഇതും തിയറി ആയിട്ടൊക്കെ സാധാരണ ചോദിച്ചു വരുന്ന ഒരു ഭാഗമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. പ്രധാനപ്പെട്ട കുറച്ച് റൂൾസുകളാണ്. അപ്പോൾ ഇതിൽ പറയുന്ന ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ബിസിനസ് ഓഫ് പ്രൊഫഷൻ ക്യാരിഡ് ഓൺ ബൈ ദി അസസി ഫോർ എനി ടൈം ഡ്യൂറിങ് ദി പ്രീവിയസ് ഇയർ എന്നാണ്. പ്രീവിയസ് ഇയറിൽ ഏത് സമയത്ത് നിങ്ങൾ ചെയ്താലും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനമൊക്കെ എന്താണ് ടാക്സബിളായിട്ട് പരിഗണിക്കും. അത് നിങ്ങൾ ബിസിനസ് ഫുള്ളായിട്ട് ആ പ്രീവിയസ് ഇയറിൽ മുഴുവനായിട്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ മുഴുവനായിട്ട് ചെയ്തിട്ടില്ല അതൊന്നും വെദർ ഫോർ ഫുൾ യുവർ പാർട്ട് എന്നാണ് പറഞ്ഞത്. മുഴുവനായിട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഓക്കെ, നിങ്ങൾ പ്രീവിയസ് ഇയറിൻ്റെ കുറഞ്ഞ ഭാഗം മാത്രമേ നിങ്ങൾ ബിസിനസ് ചെയ്തിട്ടുള്ളൂ, അതിന് നിങ്ങൾ വരുമാനം ഉണ്ടാക്കിന്, ദെൻ അതെന്താണ് ടാക്സബിളാണ്. ഓക്കെ, ദെൻ ഇറ്റ് ഈസ് ഇംമെറ്റീരിയൽ ഇൻ ദി അസസി ക്യാരീസ് ഓൺ ദി ബിസിനസ് ത്രൂ എ മാനേജർ ഓർ അതർ സർവൻറ്റ്. ഇപ്പോൾ നിങ്ങളാണ് ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഓണർ ഓഫ് ദി ബിസിനസ്. നിങ്ങൾ തന്നെ ബിസിനസ് ചെയ്യണമെന്നില്ല. നിങ്ങളുടെ ഏജൻറ്റ് വഴിയോ അല്ലെങ്കിൽ നിങ്ങൾ ഒരു മാനേജർ വെച്ചിട്ടുണ്ട്, അയാളാണ് ബിസിനസ് ചെയ്യുന്നതായിക്കോട്ടെ, കുഴപ്പമില്ല. എന്നാലും എന്താണ് നിങ്ങളാണ് ഓണർ, ഇൻകം ആർക്കാണ് വരുന്നത്? നിങ്ങൾക്കാണ്. അപ്പോൾ എന്താണ് അതിന് നിങ്ങളുടെ ഹെഡിൽ എന്ത് ചെയ്യണം? ബിസിനസ് ഇൻകമായിട്ട് ട്രീറ്റ് ചെയ്യണം. ഓക്കെ, ദെൻ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് അസെറ്റ് ഓൺ ദി വൈൻഡിങ് അപ്പ് ഓഫ് എ ബിസിനസ്. നിങ്ങളുടെ ബിസിനസ് നിങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്, പൂട്ടാൻ പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് അവിടെ സ്റ്റോക്ക് ഇൻ ട്രേഡൊക്കെ ഉണ്ടാവും, അതർ അസറ്റ്സ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, ഇത് സാധാരണ ഗതിയിൽ സ്റ്റോക്ക് ഇൻ ട്രേഡിനൊക്കെ നമ്മൾ ബിസിനസ് ഇൻകമായിട്ടാണ് ട്രീറ്റ് ചെയ്യുക. അല്ലാത്തതിനൊക്കെ ക്യാപിറ്റൽ ഗെയിൻ അടുത്ത ഹെഡ് അതിലേക്കാണ് സാധാരണ പോവുക. ദെൻ ടാക്സ് ഈസ് ചാർജ്ഡ് ഓൺ അഗ്രിഗേറ്റ് ഇൻകം ഫ്രം ഓൾ ബിസിനസ് ഓർ പ്രൊഫഷൻ.
അഗ്രിഗേറ്റ് ഇൻകം ഓഫ് ഓൾ ബിസിനസ് ഓർ പ്രൊഫഷൻ. ഇത് പറയുന്നത് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ ഒരു 2-3 ബിസിനസ് ഉണ്ട്. ബിസിനസ് എ, ബിസിനസ് ബി, ബിസിനസ് സി. ഓക്കെ, അങ്ങനെ 3 ബിസിനസ് ഉണ്ടെങ്കിൽ എന്താണ്, ആ 3 ബിസിനസ്സിൻ്റെ ഇൻകം എത്രയാണോ അത് മൊത്തം കൂട്ടിയിട്ട് അതിൻ്റെ പുറത്താണ് നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുക. ഓരോന്ന് സെപ്പറേറ്റ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ ഒന്നിൽ കൂടുതൽ ബിസിനസ് ഉണ്ടെങ്കിൽ മൊത്തം വരുമാനം നമുക്ക് എടുക്കാം. ഓക്കെ, ദെൻ നോ ടാക്സ് ഈസ് പേയബിൾ ഓൺ ആൻറ്റിസിപ്പേറ്റഡ് ഓർ നോഷണൽ പ്രോഫിറ്റ്. നോഷണൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ആൻറ്റിസിപ്പേറ്റഡ് പ്രോഫിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെന്താണ്, ഭാവിയിൽ നമുക്ക് ഇത്ര വരുമാനം ഉണ്ടാകും എന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, മുൻകൂട്ടി നമ്മൾ കാണുകയാണ്. അല്ലെങ്കിൽ ആ പ്രോഫിറ്റ് അതിന് നമുക്ക് എന്താണ് ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. യഥാർത്ഥത്തിൽ എത്രയാണോ കിട്ടിയത് അതിന് ടാക്സ് അടച്ചാൽ മതി. ലോസ് കമ്പ്യൂട്ടഡ് അണ്ടർ ഇല്ലീഗൽ ബിസിനസ് കനോട്ട് ബി സെറ്റ് ഓഫ് എഗെയിൻസ്റ്റ് ദി പ്രോഫിറ്റ് ഓഫ് ലീഗൽ ബിസിനസ്. ഇതെന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു ഇല്ലീഗൽ ബിസിനസ് ഉണ്ടായിരിക്കുക, സ്മഗ്ലിങ് അല്ലേ, നെർക്കോട്ടിക്സ് ഈസ് എ ഡേർട്ടി ബിസിനസ് അല്ലേ, നമ്മളെ ലാലേട്ടൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ അല്ലേ. ഒരു ഇല്ലീഗൽ ബിസിനസ്സാണ്. ഇല്ലീഗൽ ബിസിനസ്സിന് ലാഭമോ നഷ്ടമൊക്കെ ഉണ്ടാവാം. ഓക്കെ, നഷ്ടം ഉണ്ടാവുകയാണെങ്കിൽ അത് എന്ത് ചെയ്യാൻ പറ്റില്ല, ലീഗൽ ബിസിനസ്സിൽ നിന്നും സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. സെറ്റ് ഓഫ് ചെയ്യുകയാണെങ്കിൽ ഒരു നഷ്ടത്തെ നമുക്ക് ലാഭത്തിൽ നിന്ന് എന്ത് ചെയ്യാം, കുറച്ചെടുക്കാൻ പറ്റും. ബാക്കി ഇൻകത്തിന് ടാക്സ് കൊടുത്താൽ മതി. അതിനെയാണ് സെറ്റ് ഓഫ് എന്ന് പറയാം. ഓക്കെ, സോ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇല്ലീഗൽ ബിസിനസ് കനോട്ട് ബി സെറ്റ് ഓഫ്. അതെന്ത് ചെയ്യാൻ പറ്റില്ല, അത് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ദെൻ അവാർഡ് റിസീവ്ഡ് ടു പ്രൊഫഷണൽ സ്പോർട്സ്മാൻ ഈസ് ടാക്സബിൾ അണ്ടർ ദി ഹെഡ് പ്രൊഫഷണൽ ഇൻകം. ഒറ്റ ഹെഡ് തന്നെ ഉള്ളൂ. ഏതിലാണ്, പ്രൊഫഷണൽ ഇൻകം ആയിട്ടാണ്. നമ്മൾ ബിസിനസ് ഇൻകം ഉണ്ട്, പ്രൊഫഷണൽ ഇൻകം സെപ്പറേറ്റ് ആയിട്ടാണ് കാണുന്നത്. പ്രൊഫഷണൽ ഇൻകം. ഓക്കെ, അപ്പോൾ എന്താണ്, ഒരു പ്രൊഫഷണൽ സ്പോർട്സ്മാന് എന്തെങ്കിലുമൊക്കെ അവാർഡ് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇതിൽ വരും, ഇതിൽ വരും എന്നാണ്. പ്രൊഫഷണൽ ഇൻകത്തിലാണ് വേണ്ടത്, ബിസിനസ്സിലല്ല. ഓക്കെ, സ്പെക്കുലേറ്റീവ് ബിസിനസ് ഈസ് ടു ബി കെപ്റ്റ് സെപ്പറേറ്റ്ലി. ഇറ്റ്സ് ലോസ് ക്യാൻ ബി സെറ്റ് ഓഫ് ഓൺലി അഗെയിൻസ്റ്റ് സ്പെക്കുലേറ്റീവ് ഇൻകം. നമ്മൾ ഓൾറെഡി ഇത് ഡിസ്കസ് ചെയ്ത കാര്യമാണ്. സ്പെക്കുലേഷൻ ലോസ് എന്ന് പറയുന്നത് സ്പെക്കുലേഷൻ ഇൻകത്തിൽ നിന്ന് മാത്രമേ കുറയ്ക്കാൻ പറ്റുള്ളൂ, വേറെ ഇൻകത്തിൽ നിന്ന് പോയിട്ട് എന്താണ് കുറയ്ക്കാൻ പറ്റില്ല എന്നർത്ഥം. ഓക്കെ, അപ്പോൾ സെറ്റ് ഓഫ് റൂൾ നമ്മളിനി വരുന്ന ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് നമ്മൾ പഠിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാവും. ഓക്കെ, ദെൻ എക്സ്പെൻസസ് ഫോർ ഏണിംഗ് ഇൻകം ആർ അലൗഡ് ആസ് ഡിഡക്ഷൻ. നിങ്ങൾക്ക് ഇൻകം ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും എക്സ്പെൻസ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, അതൊക്കെ നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റും, ഡിഡക്റ്റ് ചെയ്യാം. അലവബിൾ എക്സ്പെൻസ് ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ എക്സ്പെൻസസ് ഇൻകേർഡ് പ്രയർ ടു സെറ്റിംഗ് അപ്പ് ഓഫ് ബിസിനസ് വിൽ നോട്ട് ബി ഡിഡക്റ്റഡ്. നിങ്ങളെ ബിസിനസ്സിൻ്റെ മുന്നേ ഉള്ള എന്തെങ്കിലും എക്സ്പെൻസ് ഉണ്ടെങ്കിൽ, ബിസിനസ് സെറ്റപ്പ് ചെയ്യുന്നതിന് മുന്നേ, അതാണ് പ്രയർ ടു സെറ്റപ്പ് എന്ന് പറയുന്നത്. അതിന് മുന്നേ എന്തെങ്കിലും എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അത് ഇവിടുന്ന് സെറ്റപ്പ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇവിടുന്ന് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂൾസാണ്. സോ ഈ കാര്യങ്ങൾ നമ്മളെ മനസ്സിൽ ഉണ്ടായിരിക്കണം ഓരോ കണക്ക് ചെയ്യുമ്പോഴും. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോസിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. ബാക്കി ഡീറ്റെയിൽസുകളൊക്കെ അടുത്ത വീഡിയോയിൽ നമുക്ക് വരാം. ഓക്കെ, താങ്ക് യു.